ഇപ്പൊ 3 കൊല്ലം ഫോൺ കൊടുത്തിട്ട് ഒരു ടീമിനെയും ഫോൺ കൊടുക്കാത്തൊരു ടീമിനെയും പരിശോധിച്ചപ്പോൾ ഫോണ് അത്യാവശ്യത്തിന് മാത്രം ഉപയോഗിച്ച ആളുകൾ നല്ല ജീനിയസ് ആയിട്ടും നല്ല സ്കില്ലുള്ളവരായിട്ടും നല്ല ബ്രെയിൻ ഉള്ളവരായിട്ടും നല്ല ഓർമ്മശക്തി ഉള്ളവരായിട്ടും ഒക്കെ മാറുകയാണ്. നമുക്കൊന്നിൽ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, നമുക്ക് ബൈഹാർട്ടാക്കാൻ പറ്റുന്നില്ല, വീട്ടിൽ നിന്ന് പഠിച്ച് പരീക്ഷാ ഹാളെത്തുമ്പോത്തിന് എല്ലാം പോവാണ് അല്ലെ, ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവാണ്. എങ്ങനെ ഇല്ലാതിരിക്കുക? ഒരു വീഡിയോ നമ്മുടെ ഫോണിൽ റെക്കോർഡ് ചെയ്യണ എത്ര MB വേണം അല്ലേ? അപ്പൊ ഈ കണ്ടു തീർക്കണതൊക്കെ നമ്മുടെ തലച്ചോറിലെ സ്പേസ് കവർന്നെടുക്കാൻ. മാത്രമല്ല, നമുക്ക് ഒന്ന് കണ്ടാൽ പിന്നെ അതിനേക്കാൾ രൂക്ഷമായത് കാണണം, അതിനേക്കാൾ രൂക്ഷമായത് കാണണം, പഴയത് പോരാ, പിന്നെ അതിനേക്കാൾ കൂടുതൽ ഭയങ്കരമായിട്ടുള്ള അഡ്വഞ്ചറസ് ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടണം അല്ലെ? അപ്പൊ നമ്മുടെ ചിന്ത മാറുന്നു, നമ്മുടെ വ്യൂ പോയിന്റ് മാറുന്നു, നമ്മുടെ സെക്ഷുവൽ തോട്ട്സും അതിന്റെ ലാംഗ്വേജും മാറുന്നു. അപ്പൊ പിന്നെ ഈ നാട്ടിലത്തെ നമ്മുടെ സാധാരണ കല്യാണം കഴിച്ചുകൊണ്ടാണ് പെണ്ണിനെ പറ്റൂല. കാരണം ഈ കാണുന്ന പോലെ ഒരു പെണ്ണ് ഇവിടെ ഭൂമിയിലില്ല. മനസ്സിലാണ്ടല്ലോ? അപ്പൊ ഇത് ശരിക്കൊരു മാർക്കറ്റിംഗ് ആണ്, ഒരു ബിസിനസ്സാണ്. ലോകത്ത് ഏറ്റവും അധികം പണമുണ്ടാക്കുന്ന വലിയൊരു മാർക്കറ്റാണ് യഥാർത്ഥത്തിൽ ഈ ഒരു മേഖല എന്ന് പറയുന്നത്. മനസ്സിലാകണ്ടോ? അപ്പൊ നമ്മൾ അതിന്റെ അടിമകളായി മാറരുത്. അത് നമ്മുടെ ശരീരത്തെ, നമ്മുടെ മനസ്സിനെ, നമ്മുടെ ദാമ്പത്യ ജീവിതത്തെ, നമ്മുടെ ലൈംഗിക ശേഷിയെ, നമ്മുടെ എല്ലാറ്റിനെയും ബാധിക്കും.